വിയറ്റ്നാമിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് വിയറ്റ്നാമിൽ ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. 52,000-ത്തിലധികം വീടുകളാണ് വിയറ്റ്നാമിൽ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. അതൊരു ചെറിയ സംഖ്യയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 52,000 എന്ന് പറയുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ 41 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിലാണ് ഭയാനകരമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രകൃതി ദുരന്തത്തിൽ ഇതുവരെ 41 പേർ മരിച്ചു. 9 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിലുകൾ നടക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തടസ്സപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും 150 സെന്റിമീറ്ററിലധികം മഴ പെയ്തതായും ഇതെല്ലായിടത്തും വെള്ളപ്പൊക്കം പോലുള്ള അവസ്ഥ സൃഷ്ടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 52,000-ത്തിലധികം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. 62,000-ത്തിലധികം ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അഥവാ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം പല പ്രധാന റോഡുകളും അടച്ചിട്ടിരിക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 10 ലക്ഷം വീടുകളിൽ വൈദ്യുതി മുടങ്ങി എന്ന റിപ്പോർട്ടും ലഭിക്കുന്നു. ഏകദേശം 10 ലക്ഷം വീടുകളിലെ ജനങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. അതിനാൽ ആളുകളുമായി ബന്ധപ്പെടാൻ പ്രയാസമുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിയ വീടുകളും മേൽക്കൂരകളുടെയും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും സഹായത്തിനായി കാത്തിരിക്കുകയാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതേ തുടർന്ന് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വിയറ്റ്നാമിലെ ഒരു കാപ്പി ഉൽപ്പാദന മേഖലയായാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഈ പ്രദേശം ബീച്ചുകൾക്കും ടൂറിസത്തിനും പേരുകേട്ടതാണ്. ഈ പ്രകൃതി ദുരന്തം രാജ്യത്തെ കാപ്പി വ്യവസായത്തിനും ടൂറിസം മേഖലയ്ക്കും കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. 6 പ്രവിശ്യകളിലായി മരണസംഖ്യ 41 ആയതായും കാണാത്തവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നതായിട്ടുമാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.